ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, അങ്ങനെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ മൂവി കണ്ടു. എല്ലാവരും റിവ്യൂ ചെയ്യുന്ന പോലെ തന്നെ ഇറ്റ്സ് എ ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് മൂവി. പ്രത്യേകിച്ച് ലോജിക്കും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഷറഫുദ്ദീൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ മൂവിയാണ്. സോ വി ഓൾ നോ ദ ഷറഫുദ്ദീൻ ഈസ് എ വെർസറ്റൈൽ ആക്ടർ, എൻ്റർടൈനർ ആണ്. And it also resembles in the production, the first production that he has taken. മൊത്തത്തിൽ പടം എൻ്റർടൈൻമെൻ്റ് ആണ്, മൊത്തത്തിൽ കളർഫുൾ ആണ്. നമുക്ക് സ്റ്റാർട്ടിങ് ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സീൻ വരെ മൊത്തത്തിൽ എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ കുറേ റിവ്യൂവേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ചിരിച്ച് മരിക്കും. അങ്ങനത്തെ ഒരു മൊമെൻറ്റ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഹ്യൂമർ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്, പക്ഷേ കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പ് ചിരിക്കുന്ന ഒരു കൺസെപ്റ്റ് എനിക്ക് പേഴ്സണലി അത് ഫീൽ ചെയ്തില്ല. പിന്നെ ഓവറോൾ എല്ലാ ക്യാരക്ടേഴ്സും നല്ലതാണ്. എല്ലാ ക്യാരക്ടേഴ്സും നല്ല കളർഫുള്ളാണ്. എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. വിനായകൻ, പിന്നെ നമ്മുടെ വിജയരാഘവൻ, എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. അനുപമ പരമേശ്വരൻ, നല്ലൊരു കോംബോ ആണ് അവർ തമ്മിലുള്ള. മൊത്തത്തിൽ പടത്തിൻ്റെ ഒരു തീം നല്ല തീമാണ്. ഫസ്റ്റ് ഹാഫ് നമുക്ക് മൊത്തത്തിലൊരു CID മൂസ കൈൻഡ് ഓഫ് ഫീലൊക്കെ നമുക്ക് കിട്ടും. ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ ദർ വാസ് എ ബ്രില്യൻ സീൻ ഫ്രം ഷറഫുദ്ദീൻ വെറിൻ he is actually explaining or recapping the first half in a scene. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാഫിൽ ആ ഒരു ബ്രില്യൻസ് സ്ക്രിപ്റ്റിൽ കാണിച്ചൊരു ബ്രില്യൻസ് വഴി ഹീസ് ആക്ച്വലി ഹാവിങ് ദാറ്റ് റീക്യാപ്പ് ഓഫ് ദി മൊമെൻറ്റ്. എല്ലാം സീൻസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫസ്റ്റ് ഹാഫിൽ എന്തെങ്കിലും ഒരു കറക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമുക്ക് മനസ്സിലാവും. ഓവറോൾ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നല്ല പാട്ട്, പിന്നെ നല്ല ഹ്യൂമറുണ്ട്. പിന്നെ പടത്തിൻ്റെ ലാസ്റ്റ് 15 to 20 മിനിറ്റ്സ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു വെട്ടം പോലത്തെ ഒരു കൺസെപ്റ്റാണ് ആക്കി വെച്ചേക്കുന്നത്. നമുക്ക് അവിടെ ടോട്ടലി ഒരു ഇല്ലോജിക്കൽ കൈൻഡ് ഓഫ് കോമഡി, ഹ്യൂമർ, എൻ്റർടൈൻമെൻറ്റ് എന്ന് നമുക്ക് പറയാം. നല്ല രസമുണ്ട് പടം. ത്രൂ ഔട്ട് നമുക്ക് കണ്ടിരിക്കാം. ഫാമിലിക്കും എല്ലാവർക്കും കണ്ടിരിക്കാം. ഇറ്റ്സ് എ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് എല്ലാവരും കൂടെ ഇരുന്ന് കാണുമ്പോൾ ഒരു ഫീല്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ നല്ലതായിരുന്നു. പിന്നെ മൊത്തത്തിൽ പടം ഒരു കളർഫുൾ പടമാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഷറഫുദ്ദീൻ്റെ ഒരു വെർസറ്റാലിറ്റി, ആ ഒരു ഹ്യൂമർ സെൻസ്. ഷറഫുദ്ദീനും വിനയ് ഫോർട്ടിൻ്റെ കോംബോ സീൻസ് വളരെ നല്ലതാണ്. മൊത്തത്തിൽ ആ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ തന്നെ എല്ലാവർക്കും ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ തിയേറ്ററിൻ്റെ ഒരു ഹാഫ് അവിടെ ചിരിച്ച് മരിക്കുമായിരുന്നു ലാസ്റ്റ് 15-20 മിനിറ്റ്സിൽ. അപ്പോൾ ഓവറോൾ നല്ല പടമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഇഫ് യു ലൈക്ക് ദ മൂവി പ്ലീസ് ഡു കോമെൻറ്റ് ഇൻ ദി കോമെൻറ്റ് ബോക്സ്. ഓവറോൾ ഒരു നല്ല പടം. ബാക്കി പടങ്ങൾ കണ്ടിട്ടില്ല. ഈ ആഴ്ച 2-3 പടങ്ങൾ റിലീസായിട്ടുണ്ട്. ബൈസൺ, പാതിരാത്രി, പിന്നെ പെറ്റ് ഡിറ്റക്റ്റീവ് ആൻഡ് ഓൾ. പെറ്റ് ഡിറ്റക്റ്റീവ് ഐ തിങ്ക് വുഡ് ബി എ വിന്നർ. ബൈസനെ കുറിച്ച് നല്ല അഭിപ്രായം കേൾക്കുന്നുണ്ട്. ഐ ഹാവൻ സീൻ ഇറ്റ്, ബട്ട് ഓവറോൾ ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ് ആൻഡ് എ ഗുഡ് മൂവി. സോ പ്ലീസ് ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആൻഡ് ലെറ്റ് മീ നോ ഇൻ ദി കോമെന്റ്സ്. താങ്ക് യു.